അപ്പൊ അതാണ് സംഭവം. എനിക്കതല്ല, നമ്മുടെ സ്റ്റേഷൻ ഡയറക്ടർ ഏത് പ്രോഗ്രാം റെക്കോർഡ് ചെയ്യാനും ലക്ഷ്മി മേനോനെ തന്നെ വിളിക്കുന്ന രഹസ്യമായി എനിക്ക് പിടികിട്ടാത്തത്. അതെ, ജോലിയിലുള്ള സിൻസിയറിറ്റി ഉണ്ടാ. അല്ലാതെ നാരായണൻകുട്ടി സാറിനെ പോലെ സ്റ്റുഡിയോയിൽ ഞാൻ വെറുതെ ഒന്നും ഇരിക്കുകയല്ല. അതെ അതെ, മാഡത്തിന്റെ സിൻസിയോറിറ്റി ഒക്കെ നമുക്കറിയാം. എവിടെ ലൈഫ് ബോയ് ഉണ്ടോ അവിടെ ആരോഗ്യമുണ്ട് എന്ന് പറയുന്ന പോലെ എവിടെ രശ്മി ഉണ്ടോ. പ്ലീസ് സർ, ഒന്ന് നിർത്താമോ? നമ്മൾ ഇന്നിവിടെ കൂടി എന്തിനാ? ബാലു സാറിനും മിസ്സസിനും ഒരു ഡിന്നർ. അതിനിടെ ഈ പാവം എനിക്കിട്ട് വാരില്ലേ സാറേ. അല്ലെങ്കിലും നാരായണൻകുട്ടിക്ക് കുത്തും കോമ ഇല്ലാതെ സംസാരിക്കുന്ന ഒരു സ്വഭാവം ഉള്ളതാ. അതും ഇതൊക്കെ പറഞ്ഞ് പാർട്ടിയുടെ മൂഡ് കളയരുത് സാർ. പറയുന്നത് നാരായണൻകുട്ടി സാറായതുകൊണ്ട് രശ്മിക്ക് വിഷമം തോന്നേണ്ട കാര്യമില്ല. നാരായണൻകുട്ടി സാർ തമാശ പറയുന്നെങ്കിൽ കേൾക്കുന്നവരെന്ത് വിചാരിക്കും? രശ്മി മേനോൻ നിലയത്തിലെ ഓൾറൗണ്ടർ ആയതുകൊണ്ടാണ് നാരായണൻകുട്ടി സാർ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇങ്ങനെയൊക്കെ കേൾക്കാൻ ഒരു പ്രത്യേക ഭാഗ്യം വേണേ. ഒന്ന് പോ ബാലേട്ടൻ. നീ ഇത്രയ്ക്ക് മണ്ടിയായി പോയല്ലോ. ആ പെണ്ണിന്റെ നേച്ചർ ഇങ്ങനെയാ. സ്റ്റേഷൻ ഡയറക്ടറുടെ തലയ്ക്ക് വരെ ഞോണ്ടുന്ന ടൈപ്പ് അവള്. എന്ത് ടൈപ്പായാലും ശരി, ബാലുവേട്ടൻ അവള് പിച്ചതും നുള്ളിയതൊന്നും എനിക്ക് ഇഷ്ടമായില്ല. ഒരു സോഷ്യൽ മൂഡിൽ അവൾ അങ്ങനെ ചെയ്തു എന്നല്ലാതെ നീ കരുതുന്നത് പോലെ. എന്നോട് ആരെങ്കിലും ഇതുപോലെ സ്വാതന്ത്ര്യം കാണിച്ചാ ബാലുവേട്ടൻ ഇഷ്ടപ്പെടുവോ? ഇനി അഥവാ അങ്ങനെ ആരെങ്കിലും സാഹസം കാണിക്കാൻ വന്ന എന്റെ ഇടിയുടെ ചൂട് അവൻ അറിയും. അത് ശരി. അപ്പൊ സ്വന്തം കാര്യം വരുമ്പോ സോഷ്യലും ഇല്ല, ഒന്നുമില്ല അല്ലേ? ഓക്കെ, നീ പറഞ്ഞൊക്കെ സമ്മതിച്ചു. രശ്മി എന്നെ നുള്ളി എന്നുള്ളതല്ലേ നിന്റെ പരാതി? കുഴപ്പമില്ല, നാളെ രാവിലെ സ്റ്റേഷനിൽ ചെന്ന ഉടൻ ഞാൻ അവക്കിട്ടൊരു നുള്ള് തിരിച്ച് അങ്ങോട്ട് കൊടുത്തേക്കാം. പോരെ? അയ്യടാ. സ്ഥലത്തീരാ എന്നോടാ പറഞ്ഞ സ്ഥലത്തീന്ന് നിങ്ങളേറ്റ കണ്ടിട്ടുണ്ടോ? എല്ലാ 5.5 കട്ടയിൽ നീട്ടി വലിക്കണ്ടല്ലോ. നീ എന്തിനാ പെണ്ണുങ്ങളെ സീറ്റിൽ വരിയിരിക്കണേ? ആ ഉപ്പളയും കൂട്ടരുടെയും കൂറക്കമ്മലി കേട്ടിട്ട് പേടിച്ചിട്ട് ഇവിടെ വന്ന് കുത്തിരുന്നതാ. അല്ലാതെ എനിക്ക് ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല. വെറുതെ ആൾക്കാരെ കൊണ്ട് ശാശി എന്ന് പറയിപ്പിക്കരുത് കേട്ടോ. അതൊന്നും പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നാളെ ഞാൻ അവിടെ ഇരിക്കും. സൈലൻസ്. എടാ, ട്രൂപ്പ് മാനേജർക്ക് എവിടെ ഇരിക്കാം? നീ പോയി കർത്തം കെട്ടിയാൽ വലിയ കാര്യം അന്വേഷിക്കണ്ട കേട്ടോ. കളിക്കണ്ട. ഈ ഇരിഞ്ഞാലക്കുട നീലാമ്പറോട് കളിക്കണ്ട. സമിതി ഞാൻ പിരിച്ചുവിടും. വളരെ ഉപകാരം. നമുക്ക് വേറെ സമിതി പോവാം. എണീക്കണ. കാര്യാക്കി പഠിച്ചു. ഈ ട്രൂപ്പിൽ എനിക്കൊരു കോമഡി പറയാൻ പറ്റും. ഭയങ്കര കാമഡി. കാരണം ഞാൻ സുശീലയെ വിളിച്ചിറക്കിയ അവള് കുറ്റിപ്പുറത്ത് തുടങ്ങി പറയണതാ മൂത്രം ഒഴിക്കണെന്ന്. കുറ്റിപ്പുറത്തുനിന്നേ പറഞ്ഞതാണെങ്കിൽ ഇനിയിപ്പോ അതിന്റെ ആവശ്യം വരില്ല. കാരണം നീ കളി കളഞ്ഞ അവരൊക്കെ ഒന്ന് വിളിച്ചേ. ഞാൻ പെങ്ങൾ വിളിച്ച് താക്കോല് വാങ്ങിക്കിട്ടാ. ശരി. മാനേജർ സാറേ, ആ ചമ്രവട്ടത്തിൽ നിന്ന് വിളിച്ചേ. എടാ ചമ്രവട്ടം, നിന്റെ തന്ത എന്റെ പൊന്നിയങ്ങാതി ഞാനില്ല. അവൻ വെള്ളം അടിച്ചിട്ട് പിറ്റായിട്ട് എടുക്കാം. മാറിയിട്ട് അടുക്കാൻ വയ്യ. പെങ്ങളെ ഇതെന്തുറക്ക എന്റെ പെങ്ങളെ. എന്തുറക്കത്? ബോംബ് കൂട്ടിയാൻ കൂടി അറിയില്ല. ബാലു അത് നീലമ്മാവന്റെ. നീ ഒന്ന് എണീറ്റേ ബാലു. ജനലൊക്കെ ബാലു ഈ സമയത്തൊക്കെ വിളിച്ച ബാലു. ഈ കണക്കിന് ഭൂമി വരെ കുലുങ്ങിയവരറിയില്ല. പാതിരാത്രി ഒന്ന് വാതിൽ തല്ലിപ്പൊളിക്ക. ഇതാണല്ലോ നിന്റെ ഭാര്യ. ഒന്നുകൂടെ ഇറങ്ങുന്നേ കാണട്ടെ. നല്ല ഐശ്വര്യമുള്ള കുട്ടിയാ, നല്ല ജോഡിയാ. ഞാൻ ബാലുവിന്റെ അമ്മാവനാ, നീലമ്മാവൻ. അമ്മാവൻ എന്ന് വെച്ചാൽ ഡയറക്റ്റ് അല്ല കേട്ടോ. ബാലുവിന്റെ അമ്മയുടെ വല്യച്ഛന്റെ മോനാ. എന്ത് കേട്ട് കാണും? ഇരങ്ങാലക്കുട നീലാംബരൻ വലിയ നാടക മുതലാളിയാണ്. കുട്ടിന്റെ പുതിയ നാടകം കണ്ടിട്ടുണ്ടോ? ധീരതയോടെ നയിച്ചോളൂ. ധീരതയുടെ കാര്യമൊക്കെ നമുക്ക് നാളെ രാവിലെ വിശദമായിട്ട് സംസാരിക്കാം. ഇപ്പൊ ഞാൻ താക്കോൽ എടുത്തോണ്ട് വരാം. ഈ സമയത്ത് വന്ന് നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. സോറി കേട്ടോ. ഈ ഏരിയയിൽ എവിടെ നാടകം ഉണ്ടായാലും ഞങ്ങൾ ഇവിടുത്തെ ഔട്ട് ഹൗസിലെ താമസിക്കാറുള്ളത്. അത് കാശിന്റെ ലാഭം നോക്കിയിട്ടൊന്നുമല്ല അല്ലേ അമ്മാവ? അതെ, ഇതെന്റെ ഒരു സ്വന്തം വീട് പോലെ തന്നെയാ. ഞാൻ അമ്മയെ വിളിക്കാം. അയ്യോ, ഉറക്കത്തിൽ വിളിച്ച് ബുദ്ധിമുട്ടിപ്പിക്കണ്ട. ഞാൻ 2-3 ദിവസം കൂടി ഇവിടെ ഉണ്ടല്ലോ. അല്ല, പേരെന്താന്ന് പറഞ്ഞു? ഇന്ദു. ആ ഇന്ദു, രൂപങ്ങളൊക്കെ നമുക്ക് നാളെ പരിചയപ്പെടാം. അത് മതി. ഇനി കുറച്ച് ദിവസത്തേക്ക് ഇവിടെ പാട്ടിന്റെയും റിഹേഴ്സലിന്റെയും ഒരു ബഹളമായിരിക്കും. കല്യാണത്തിന് വരാത്തതിന് നീ ഒരു ഒഴിവൊഴിവും പറയണ്ട.
നാടകം ഒരു ദിവസത്തേക്ക് മാറ്റി വെച്ചുകൂടായിരുന്നു നിനക്ക്? പെങ്ങള് പറയണ കാര്യമൊക്കെ ശരിയാ. അപ്പൊ നാട്ടുകാരെന്നെ തല്ലിക്കൊല്ലണത് കാണണമെന്ന് പെങ്ങൾക്ക് ഇത്ര വാശിയാണല്ലേ. പോരാത്തിന് ഉത്സവപ്പറമ്പിലെ കളിയാ. കല്യാണത്തിന് വന്നില്ലെങ്കിൽ ബാലുവിന് കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. അലക്കൊഴിഞ്ഞിട്ട് കാശിക്ക് പോകാൻ നേരില്ല എന്ന് പറഞ്ഞ പോലെ എന്റെ കണ്ടോടാ നിനക്ക്. മോളെ, എന്റെ സ്ഥിതി എന്താണെന്ന് നിനക്കറിയോ? ഇന്ന് കുറ്റിപ്പുറത്താണെങ്കിൽ നാളെ കാസർഗോഡ്. കാസർഗോഡ് ഒറ്റ പിടിപ്പിക്കല പാറശാലയ്ക്ക്. ദിവസം 2 വെച്ചാ കളി. അതുകൊണ്ടാ നീലമ്മാവന് കല്യാണത്തിന് വരാൻ പറ്റാഞ്ഞ്. പിന്നെ ബാലുവിന്റെ കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി പഴയതുപോലെ ഇവിടെ വന്ന് തമ്പടിക്കാൻ പറ്റില്ല. അതെ, ദോശ ഇടണം. നല്ല നല്ല ഹോട്ടലിൽ വന്ന് മുറിയെടുക്കാൻ പറ്റാത്തോണ്ടല്ല എപ്പോഴും ഇവിടെ വരണേ. പെങ്ങളെയും ബാലുവിനെയൊക്കെ ഒന്ന് കാണാൻ പറ്റില്ലോ എന്ന് കരുതിയിട്ട. അല്ലാണ്ട് പിന്നെ ഒന്നും കാണാതെ പട്ടി പുഴയെ ചാടില്ല എന്ന് എനിക്കറിഞ്ഞൂടെ. സുശീല ചായ തഞ്ഞോ? ആ സുശീലേ, വന്നിട്ട് വിശേഷമൊന്നും പറഞ്ഞില്ലല്ലോ. വിശേഷമൊന്നും പറയാൻ മാത്രം ഒന്നുമില്ല അമ്മേ. എല്ലാം പഴയതുപോലെ തന്നെ. ഈ നാടകം കളി ഉള്ളതുകൊണ്ട് ജീവിച്ചു പോണെന്ന് മാത്രം. സുബ്രഹ്മണ്യന്റെ സ്വഭാവത്തിന് മാറ്റമൊന്നുമില്ലല്ലേ? സ്വഭാവം പറയുകയാണെങ്കിൽ ഇപ്പൊ പഴയതിന്റെ ചേട്ടനാ. പോരാത്തതിന് ഇതിനിടയിൽ ഞങ്ങൾ 1-2 പറഞ്ഞ് തെറ്റി. ഞാനിപ്പോ ചേച്ചിയുടെ വീട്ടിലാ താമസം. ആഹാ, ഇവിടെ ഞാനിതൊന്നും അറിഞ്ഞില്ല. കാര്യങ്ങൾ ഇത്രത്തോളമൊക്കെ ആയോ? എന്റെ തലവിധി എന്നല്ലാതെ എന്താ പറയാ. ആളുകൾ കുടിക്കണമെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനൊരു വലിച്ചേറ്റില് ഞാൻ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. സുബ്രഹ്മണ്യനെ കണ്ടിട്ട് എത്ര നാളായി. പണ്ടൊക്കെ ബാലുവിന്റെ ഒപ്പം ഇവിടെ സ്ഥിരമായിട്ട് വരാറുണ്ടായിരുന്നതാ. ഒരു ദിവസം എന്തോ പന്തികേടായി കണ്ടപ്പോ പെങ്ങളെന്തോ പറഞ്ഞു. പിന്നെ ഈ വഴിക്ക് കണ്ടിട്ടില്ല. അതെ, ഇപ്പൊ പറഞ്ഞു പറഞ്ഞ് ഭാഷയൊക്കെ മാറി തുടങ്ങി. ഞാൻ ദുർനടത്തക്കാരിയാണെന്ന് പറഞ്ഞ ഇപ്പോഴത്തെ കൊഴലൂത്ത്. അതെ, ഈ കുടി മൂത്താ പിന്നെ ഇത്തരക്കാർക്ക് എന്താ പറയണ്ടേ എന്ന് ഒരു പിടി ഉണ്ടാവില്ല. മോൾക്ക് ആ കണ്ണൻ നമ്പൂതിരെ കണ്ടുപിടി ഏലസ് നടത്താൻ അവന്റെ അരയിൽ കെട്ടി കൊടുക്കായിരുന്നല്ലേ? ഏലസും വേണ്ട, ഒരു കുന്ത്രാണ്ടോ വേണ്ട. വെള്ളി കൊണ്ടല്ലേ ഏലസ്. പിറ്റേ ദിവസം അതും തൂക്കി വിറ്റ് അങ്ങേര് കുടിക്കും. സമാധാനിക്ക് സുശീലേ. കാലം നന്നാകുമ്പോ എല്ലാത്തിനും ഒരു മാറ്റം വരും. കൃഷ്ണ കൃഷ്ണ എന്ന് ദിവസം എത്ര പ്രാവശ്യം ഞാൻ വിളിക്കുന്നു. എന്നിട്ട് അപ്പൊ നീ എന്നെ വിളിച്ചിട്ട് എന്താ കാര്യം? സുബ്രഹ്മണ്യ അവനെ വിളിക്ക്. നല്ല കാര്യമായിരുന്നു. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരുമോ? ബുദ്ധിമുട്ടായിരിക്കും. ഇന്ന് പിടിപ്പത് റെക്കോർഡിംഗുള്ള ദിവസം. ബാലു, ബാലു പോവാ. അപ്പൊ റിഹേഴ്സലിന് കൂടണല്ലേ? അതുകൊള്ളാം. ഞാനെന്തിനാ റിഹേഴ്സലിൽ നിൽക്കണേ? ഞങ്ങൾ എന്തിട്ടൊക്കെയാ കാണിക്കുന്നത് നിനക്കൊന്ന് കണ്ടുകൂടെ? പിന്നെ സജഷൻ വല്ലതും ഉണ്ടെങ്കിൽ പറയാം. 5-6 കളിച്ചല്ലേ, ഇനി എന്തുട്ടാ സജഷൻ? ലീവ് തീർന്നിരിക്കുക. എന്നാ രണ്ടുപേരും നാടകം കാണാനെങ്കിലും വരണം. രണ്ടാൾക്ക് മുന്നിൽ തന്നെ സീറ്റ് ഇട്ടേക്കാം. എന്തേ നോക്കട്ടെ. അടുത്ത 1 2 3 1 2 3 ലിപ്സ്റ്റിക്കിലേക്ക് രാവിലെ തന്നെ തുടങ്ങിയല്ലോ. ഇങ്ങനെ ചായം തേച്ച് തേച്ചാ നിന്റെ ചുണ്ടിങ്ങനെ കരിച്ചൊട്ടി പോലെ. പിന്നെ ഞാൻ വെറുതെ പറഞ്ഞാല് എക്സ്പ്രഷൻ പോരോ. ഇങ്ങോട്ട് മറിക്കടാ. നീ അടുപ്പിച്ചതൊക്കെ മതി. നിന്നെ ഏൽപ്പിച്ച ജോലി നീ ചെയ്താ മതി. പിന്നെ സംവിധാനൊക്കെ ഈ ഇരിഞ്ഞാലക്കുട നീലാംബരം ചെയ്തോളാം. ഇന്നലെ ഈ ഭാഗത്തിന് ഭയങ്കര അപ്ലാസ് കിട്ടിയതാ. ഞാനത് നീ ആ രാജമേനെ വിളിച്ച് ഡയലോഗ് പറഞ്ഞു കൊടുക്കാൻ നോക്ക്. കഴിഞ്ഞ സ്റ്റേജിൽ അവൾ ഡയലോഗ് വിഴുങ്ങിയതാ. അല്ല, സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് അവൾക്ക് എന്തെങ്കിലും വിഴുങ്ങാൻ വാങ്ങിച്ചു കൊടുക്കണേ. ഒന്നും കിട്ടാതെ വരുമ്പോഴേ അവള് ഡയലോഗ് വിഴുങ്ങണേ. അത് അവളുടെ പറഞ്ഞാലും തമാശ. തമാശയല്ല, ഇത് ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. അവിടെ പോയി. അവളവിടെ പോയി. അവള് മുകളിലോട്ട് പോയി. അപ്പൊ അവിടെ ഉപ്പളരായപുരം കാണും. നീ പോയി വിളിച്ചിട്ട് വാടാ. നീ പോയി വിളിച്ചിട്ട് വാടാ. അതെ, എന്റെ പണി ഇതാ. എന്നാ നീ പോയിട്ട് വാ. എന്നെ അവള് തല്ലും. പോയി വിളിക്കടാ. അപ്പൊ ഞാൻ പോയിട്ട് വരാം. എന്നെ കരി തേക്കരുത് കേട്ടോ. നിനക്കെന്തിനു കരി? ഓഫീസിലോട്ട് പോയാൽ കാണിച്ചുതരാം. സ്റ്റേജിൽ വെച്ച് എഴുകിച്ചേർന്നുള്ള നമ്മുടെ പെർഫോമൻസ് നമ്മുടെ ലൈഫിന്റെ തന്നെ ഒരു ടേണിംഗ് പോയിന്റ് ആകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഓരോ സ്റ്റേജുകൾ കഴിയുന്തോറും നാം തമ്മിൽ കൂടുതൽ കൂടുതൽ അടുക്കുകയായിരുന്നു. സോറി. എന്നോട് രാജമ്മയ്ക്ക് ഇത്രത്തോളം താല്പര്യം തോന്നാൻ എന്താണ് കാരണം? രാജമ്മയായി എനിക്ക് രാജപ്പൻ എന്ന പേരിനോടായിരുന്നു ആദ്യം പ്രേമം. പിന്നീട് അത് രാജപ്പൻ ചേട്ടനോടായി. നമ്മുടെ പേരുകൾ തമ്മിലുള്ള പൊരുത്തം മനസ്സുകൾ തമ്മിലായി അല്ലേ? നമ്മുടെ വിവാഹം കഴിഞ്ഞ് സ്വന്തമായി ഒരു ട്രൂപ്പ് ഉണ്ടാക്കണം ഈ വർഷം തന്നെ.
അതേ എന്റെ ട്രൂപ്പിൽ ഈ വക കളികളൊന്നും പറ്റൂല. കുറെ കഴിയുമ്പോ റൈസ് ഓഫീസിൽ പോയി ഒരു മാലയിട്ട് പുതിയൊരു ട്രൂപ്പ് ഉണ്ടാക്കി പൊടിയും തട്ടി പോവാനല്ലേ. നടക്കൂല. കരുണേട്ടൻ എങ്ങനെ മനസ്സിലാക്കി? അതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എനിക്കുണ്ടായിരുന്നൊരു പ്രേമം, പക്ഷേ അവൾ അവൾ ഓ ഓ ഓ ഓ ഓ. എത്ര പ്രേമത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുള്ളവനാണ് ഈ കരുണൻ. അത്തരത്തിലുള്ള ഒരു നാടകപ്രേമമല്ല ഞങ്ങളുടേത്. ഇത് ആത്മാർത്ഥവും ദിവ്യവുമാണ്, ഈ ചന്ദനക്കുറി പോലെ. ഇത് ചന്ദനമല്ലല്ലോ, കലപമല്ലേ. ചേട്ടന്റെ അനുഗ്രഹം ഞങ്ങൾക്ക് എന്നും ഉണ്ടാവണം. ഞങ്ങൾ തുടങ്ങുന്ന ട്രൂപ്പിന്റെ മാനേജരായി ചേട്ടനെ നിയമിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. സോപ്പൊന്നും വേണ്ട, വേഗം താഴെ വന്ന് റിഹേഴ്സൽ ചെയ്യാൻ നോക്ക്. ശരി ഏട്ടാ. വല്ലതും വിഴുങ്ങിയായിരുന്നോ? ഇല്ലല്ലോ. എന്നാ താഴെ പോയി കുറച്ച് ഡയലോഗ് വിഴുങ്ങാൻ നോക്ക്. വാ വാ വാ.